കോഴിക്കോട് ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിലും സ്വർണ്ണ മോഷണം. വഴിപാട് സ്വർണം മുൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കൈവശപ്പെടുത്തിയെന്നാണ് കണ്ടെത്തൽ. സ്വർണം ഇന്നു തന്നെ ഹാജരാക്കണമെന്നാണ് ദേവസ്വത്തിന്റെ നിർദ്ദേശം. സ്ഥലം മാറിപ്പോയ എക്സിക്യൂട്ടീവ് ഓഫീസർ മാസങ്ങൾ കഴിഞ്ഞിട്ടും സ്വർണ്ണ ഉരുപ്പടികൾ പുതിയ ഉദ്യോഗസ്ഥർക്ക് കൈമാറാതെ വന്നതോടുകൂടിയാണ് ദേവസ്വം ബോർഡിന്റെ ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളി വിവാദമാണെങ്കിൽ മലബാർ ദേവസ്വത്തിൽ വഴിപാട് സ്വർണ്ണമാണ് മോഷണം പോയിരിക്കുന്നത്, അല്ലേ? സുഷ്മി, എന്തായാലും ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഒരുപക്ഷെ ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ കോഴിക്കോട് ബാലുശ്ശേരിയിൽ അവിടെ കോട്ട വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ പുതിയ വിവാദമായി ഉണ്ടായിട്ടുള്ളത്. അതിൽ 2023 അവിടുത്തെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അദ്ദേഹം അവിടുന്ന് സ്ഥലം മാറിപ്പോയി. ആ സമയത്ത് ഓരോ ഉദ്യോഗസ്ഥനും സ്ഥലം മാറിപ്പോകുമ്പോൾ പകരം ചുമതല ഏൽക്കുന്ന ആൾക്ക് അവിടുത്തെ ആസ്തികൾ അത് സംബന്ധിച്ചുള്ള ആസ്തി രജിസ്റ്ററിൽപ്പെട്ട സ്വർണ്ണങ്ങളും എന്താണോ അവിടുത്തെ ഉരുപ്പടികൾ അതെല്ലാം കൃത്യമായി തിരിച്ചേൽപ്പിക്കേണ്ടതുണ്ട്, കൈമാറേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെ കൈമാറാതെയാണ് ഇയാൾ അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയത്. 20 മാസം കഴിഞ്ഞിട്ടും ഈ 20 മാസത്തിനിടയിൽ 2 ഉദ്യോഗസ്ഥർ കൂടി അവിടെ ചുമതലയേറ്റു. പക്ഷേ അവരെല്ലാം ആവശ്യപ്പെട്ടിട്ടും അതൊന്നും തന്നെ കൈമാറാൻ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ സെപ്റ്റംബർ 18 ഇയാളവിടെ വരികയും, വിനോദ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്, ഇയാളവിടെ വരികയും അവിടെ ലോക്കറിലുണ്ടായിരുന്ന ഈ താക്കോൽ ഇയാളാണ് കൈവശം വെച്ചിരുന്നത്. ലോക്കറിലുണ്ടായിരുന്ന ഉരുപ്പടി എടുത്തു കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആ ഉരുപ്പടി പരിശോധിക്കുമ്പോൾ രജിസ്റ്ററിൽ ഉള്ള അത്രയും ഉരുപ്പടികൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതായത് കാണാതായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പരാതി ഉയർന്നിട്ടുള്ളത്. ഈ സംഭവത്തിൽ ഇയാളോട് നേരിട്ട് വന്ന് ഹാജരായി ഈ ഉരുപ്പടികൾ തിരികെ നൽകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 3-ാം തീയതി എത്തിക്കണം എന്ന് പറഞ്ഞതാണ്. പക്ഷേ അന്ന് എത്തിച്ചിട്ടില്ല. ഇന്ന് അന്ത്യശാസനം കൊടുത്തിരിക്കുന്നു. ഇന്ന് ഹാജരായി ഉരുപ്പടികൾ മുഴുവൻ അവിടെ ക്ഷേത്രത്തെ ഏൽപ്പിച്ചില്ല എങ്കിൽ പോലീസ് നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് ദേവസ്വം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ പരിശോധനകൾ നടക്കുകയാണ്. അവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാദേശികമായി പ്രതിഷേധങ്ങളും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ വിവരങ്ങളും പരിശോധിക്കണം. അവിടെ ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ചിട്ടുള്ള സ്വർണ്ണമാണെങ്കിലും വെള്ളിയാണെങ്കിലും അത്തരം ഉരുപ്പടികളെല്ലാം തന്നെ പരിശോധിക്കണമെന്ന ആവശ്യവും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.